ഇന്നലെ രാവിലെയാണ് ഞാൻ എൻ്റെ വീട്ടിലെത്തിയത് കേട്ടോ. അപ്പോൾ അന്നേരം എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഈ ഒരു പോക്കിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് 7 മണിക്കാണല്ലോ നമ്മുടെ ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ. അത് കാണാനാണ് ഇത്ര തിടുക്കം കൂട്ടി വരുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നിഷിത ഓടിപ്പോണുണ്ട്. എന്താന്ന് വെച്ചാൽ ഓട്ടോ നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നമുക്ക് 1-2 സ്ഥലത്തോട്ട് പോകാനുണ്ട്. അതൊക്കെ നമ്മൾ ശനിയാഴ്ച തന്നെ തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അതായത് ഇന്നലെ പോകാനുള്ളത് എങ്ങോട്ടാന്ന് വെച്ചാൽ, അനിയത്തിയുടെ നാത്തൂന് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ആളുടെ വയറ് കാണൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചടങ്ങൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗർഭിണിയെ കാണാൻ പോകുമ്പോൾ നമ്മൾ വെറും കൈയോട് പോകാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മളിതാ ഇവിടെ ബേക്കറി കടയിലോട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് കുറേ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മളിതാ നേരെ അങ്ങോട്ട് പോവുകയാണേ. ഐബുട്ടന് ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ടാകും, എന്നാലും ആളുടെ സന്തോഷം നന്നായിട്ട് പ്രകടിപ്പിക്കുന്നുണ്ട്. അവൻ എങ്ങടെയും പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അത് പിന്നെ അങ്ങനെയാണല്ലോ ചെറിയ കുട്ടികൾക്ക്. പിന്നെ അവൻ്റെ ക്ഷീണത്തിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ആൾക്ക് ജലദോഷവും ചുമയൊക്കെ ആയിട്ട് വയ്യാണ്ടിരിക്കുമായിരുന്നേ. ഇപ്പോൾ ഓക്കെ ആയി വന്നിട്ടുണ്ട്. പോണ വഴിക്കൽ തന്നെയാണ് അനിയത്തിയുടെ വീട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഓട്ടോ കാക്കാക്ക് അത് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ വീട്. നമ്മൾ ആക്ച്വലി അവരുടെ തറവാട്ട് വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടെയാണല്ലോ നാത്തൂനൊക്കെ ഉള്ളത്. അങ്ങനെ അവിടെ പോയി അവരൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ അങ്ങോട്ട് തിരിച്ചു പോന്ന്. പോരുന്ന വഴിക്കൽ ഇതാ ഇങ്ങനെ ഒരു പേപ്പർ കപ്പ് കഫേ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. ഇത് ആക്ച്വലി നിഷുവിൻ്റെയും നിഫ്രൂട്ടൻ്റെയും നിർബന്ധപ്രകാരമാണ് നമ്മളിവിടെ ഇറങ്ങിയിട്ടുള്ളത്. അവന്മാർക്ക് ലോഡഡ് ഫ്രൈസ് കഴിക്കണം എന്ന് പറയൽ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. ഞാനും അനിയത്തിയും ഈ സംഭവം ഇതുവരെ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. എന്താ പറയുക, നമ്മുടെ മക്കൾക്ക് അറിയാത്ത സാധനങ്ങളില്ല. അവന്മാർ ഈ ഫോണിൽ ഓരോ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എല്ലാം അവർക്കറിയാം. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, അവരുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെന്ന ഉടനെ തന്നെ നമുക്ക് അവർ ഈ ഒരു കാർഡ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതിലെങ്ങനെ നോക്കുകയാണ്. പിന്നെ നമ്മൾ ആക്ച്വലി ഉറപ്പിച്ചു പോകുന്നതല്ലേ, അപ്പോൾ കൂടുതലൊന്നും നോക്കേണ്ട ആവശ്യം വരുന്നില്ല. എത്തി അവന്മാരുടെ ലോഡഡ് ഫ്രൈസിലോട്ട് അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ എക്സോട്ടിക് ഫ്രൈസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്ന് നമുക്ക് അവിടുന്ന് കഴിക്കാനും പറഞ്ഞു, ഒന്ന് പിന്നെ നമ്മുടെ അപ്പച്ചിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ മൊത്തത്തിലുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ എന്താ പറയുക, ഒന്നും പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയില്ലേ. അതായത് ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ്, മൊത്തത്തിലൊരു ശാന്തത എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് മൈൻഡൊക്കെ ഫ്രീ ആക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു കഫേയിൽ വന്നിരുന്നാൽ മതി. അത്രയും അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ആരുടെ ഡിസ്റ്റർബൻസോ ഒന്നും തന്നെ ഇല്ല. എന്തായാലും നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അവരുടെ ലോഡഡ് ഫ്രൈസും പിന്നെ കുറച്ച് മൊജിറ്റോ ഒക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മൊജിറ്റോൻ്റെ മുകളിലുണ്ടായിരുന്ന ആ ഒരു ലെമൺ പേസ് ഉണ്ടല്ലോ, അത് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് ഐബുട്ടന്. ആൾ പിന്നെ അത് തരണേ ഇല്ല, അതും പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മൾ പിന്നെ അത് നിർബന്ധിച്ച് വാങ്ങിച്ച്, കാരണം അവന് പാല് കുടിച്ചതാണ്. അപ്പോൾ വല്ലാണ്ട് അത് പിടിച്ചിങ്ങനെ കളിക്കുവാണെന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ അത് വായിലിട്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ ആ പാല് മുഴുവൻ ഛർദ്ദിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഈ ഒരു സംഭവം നല്ല ചീസും കാര്യങ്ങളും എല്ലാം ഇട്ട് സെറ്റാക്കി വെച്ചതായിരുന്നു. എനിക്ക് ഓക്കെ എന്നൊക്കെ പറയാം, ആ ഒരു ലെവൽക്കായിരുന്നു കേട്ടോ. അനിയത്തിക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മുടെ മക്കൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും നല്ല ആസ്വദിച്ച് കഴിക്കുക എന്ന് പറയില്ലേ, അതുപോലെ ഇരുന്ന് എൻജോയ് ചെയ്ത് കഴിക്കണുണ്ട്. അല്ല, അത് തന്നെയല്ലേ നമുക്കും വേണ്ടത്. അതിനാണല്ലോ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ ഇറങ്ങിയിട്ട് കഴിക്കാനിരുന്നത്. എന്തായാലും നമ്മുടെ കഴിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞല്ലോ ഒരു ഓക്കെ ലെവലിൽ തന്നെയാണ് ഇതിരിക്കുന്നത്. മക്കൾ ഇരുന്ന് കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷം കേട്ടോ. അവന്മാർ എൻജോയ് ചെയ്ത് കഴിക്കണത് കാണുമ്പോൾ നമുക്ക് എന്തോന്നില്ലാത്തൊരു സന്തോഷമാണ്. എനിക്കായാലും അനിയത്തിക്കായാലും അനിയനായാലും ഒക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടത് മുഴുവൻ വാങ്ങി തന്നിട്ടുണ്ട്. കല്യാണത്തിന് മുൻപായാലും ഒക്കെ അങ്ങനെയാണ് കേട്ടോ. അതായത് നമ്മൾ എന്ത് പറയുന്നതോ അതൊക്കെ നമുക്ക് നമ്മുടെ ഉപ്പച്ചിയും ഉമ്മച്ചിയും എല്ലാ ആഗ്രഹവും സാധിച്ചു തന്നിട്ടുണ്ട്. ഒന്നിൻ്റെ ഒരു കുറവറിയിക്കാതെയാണ് ഞങ്ങളെ വളർത്തിയിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെയാണ് നിഷുവിൻ്റെ കാര്യമായാലും നിഫ്രൂട്ടൻ്റെ കാര്യമായാലും ഇനി ഞങ്ങളുടെ കാര്യമായാലും ആഫ്റ്റർ മാരേജ് നമ്മുടെ ഹസ്ബൻഡും അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ നമ്മൾ നോക്കണുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ എന്നല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് ഇവിടെ പറയാനില്ല. എന്തായാലും നമ്മുടെ ഉപ്പച്ചിക്കുള്ള ആ ഒരു സംഭവം കൂടെ വാങ്ങിയിട്ട് നേരെ തിരിച്ചു പോവുകയാണേ. നമ്മൾ എത്ര വാങ്ങിച്ചു കൊടുത്താലും എന്ത് വാങ്ങിച്ചു കൊടുത്താലും അവിടെ ഒരു കുശുമ്പത്തിപ്പാറുണ്ട്. ആൾക്ക് മുഖം തെളിഞ്ഞിട്ടില്ല. എന്തായാലും ഓരോന്ന് പറഞ്ഞിട്ട് ആളെ നമ്മൾ സോപ്പ് ഇട്ട് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഒരു ലബൂബു സ്റ്റിക്കർ ഉണ്ട്, അത് ഈ വീട്ടിൽ ഇനി വെക്കാൻ സ്ഥലമില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ഇവർക്കിത് തികയൂല. എത്ര വാങ്ങിച്ചു കൊടുത്താലും വീണ്ടും ആ ഒരു സ്റ്റിക്കർ തന്നെ വേണം കേട്ടോ.
പിന്നെ നമ്മളിതാ അവിടെ അടുത്തുള്ള ഒരു ഷോപ്പിലോട്ട് കയറിയിട്ടുണ്ട്. അതായത് നമ്മുടെ തുണിക്കടയിലോട്ട്, ടെക്സ്റ്റൈൽസിലോട്ട് കയറിയിട്ടുണ്ട്. അവിടുന്ന് നമ്മുടെ നിഷുവിനും നിഫ്രകുട്ടനൊക്കെ കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് ആദ്യം നമ്മൾ എത്ര ഈ ഫ്രോക്കിലോട്ട് നോക്കുവാണെന്നുണ്ടെങ്കിലും ലാസ്റ്റ് നമ്മൾ എത്തിപ്പെടുക അവർക്ക് പാൻറ് ടീഷർട്ട് അതിലോട്ടായിരിക്കും. ഡ്രസ്സും കൊണ്ട് ഡ്രസ്സ് അടിക്കാൻ ഒരു ലോഡ് ഡ്രസ്സും ഞങ്ങൾ കയറിയിട്ടുണ്ട്. ദിസ് ഈസ് കുയിന്തത്തി പാറു, ഷെൻസ, ഇത് കുഞ്ഞാന്റെ കാലം കിട്ടാം. അങ്ങനെതാ നിഷുവിനുള്ളൊരു 3-4 ഡ്രസ്സും കുശുമ്പത്തി പാറുവിനുള്ള ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് അങ്ങോട്ട് പോരുവാണേ. പിന്നെ പോരുന്ന വൈക്കലാണ് മൾബറി എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. നമ്മൾക്ക് ഇവിടെ മൾബറി എന്നാണ് പറയുക കേട്ടോ. ഒരു കുഞ്ഞു സാധനമാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ എടുക്കുവാണ് നമ്മൾ. ഇവിടെ അതവിടെതാ ഈ ഒരു സമയം ഇപ്പച്ചി പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആ തൊടുവിൽ വല്ലാണ്ട് പെറുക്കിയിരിക്കണ കാണുകയാണെന്നുണ്ടെങ്കിൽ ചീത്ത കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ വേഗം പോന്നിട്ടുണ്ട് ഇപ്പച്ചി കാണുന്നതിൻ്റെ മുൻപ് തന്നെ. അങ്ങനെ ആൾക്കുള്ള ലോഡഡ് ഫ്രൈസൊക്കെ കൊടുത്ത് ആൾക്കിത് ഇഷ്ടമായി എന്ന് പറഞ്ഞു കേട്ടോ. കാരണം ഇപ്പച്ചിക്ക് സോസ്, വൈറ്റ് സോസ്, ടൊമാറ്റോ സോസ് അതിനോടൊന്നും അത്ര വലിയ താല്പര്യമില്ലാത്ത ആളാണ്. എന്തായാലും ഇത് ഇഷ്ടമായി എന്ന് പറഞ്ഞ് അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്, വീണ്ടും മാറ്റി പിടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പച്ചിയുടെ വലിയ പെങ്ങളെ വീട്ടിലോട്ടാണ് നമ്മളിപ്പോൾ പോണത്, അതായത് എൻ്റെ വല്യമ്മായിൻ്റെ വീട്ടിലോട്ട് കേട്ടോ. അപ്പോൾ ആളുടെ വീട് വന്നിട്ട് മലപ്പുറമാണ്. അവിടെ നമ്മുടെ അമ്മായിയുടെ ഹസ്ബൻഡ് തിരിച്ച് ഗൾഫിലോട്ട് തന്നെ പോവുകയാണ്. അപ്പോൾ പോണതിൻ്റെ മുമ്പ് ഒന്ന് പോയി പോരണമെന്ന് നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. എന്തായാലും എത്തിപ്പെട്ടത് ഇന്നാണ്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പോവാനുള്ളിടത്തൊക്കെ ഇന്ന് തന്നെ ഫുള്ള് പോക്കും കഴിക്കണം എന്നുള്ളത്. കാരണം സൺഡേ മൊത്തത്തിൽ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കണം. അമ്മായിൻ്റെ വീടും വീട്ടിലുള്ളവരും ഒക്കെ ഫുൾ വൈബാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും അടിപൊളിയാണ് കേട്ടോ. ഇവിടെ വന്നാൽ നമുക്ക് ഒട്ടും ബോറടിക്കൂല. അങ്ങനെ പിടിച്ചിരുത്താനുള്ള കഴിവ് ആ വീട്ടിനകത്തുള്ളവർക്കുണ്ട്. മുമ്പെങ്ങാണ്ട് നമ്മുടെ Q&A ചെയ്ത സമയത്ത് നമ്മളെടുത്തൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഫേവറേറ്റ് കസിൻ ഏതാന്ന്. ആക്ച്വലി നമ്മുടെ ഫേവറേറ്റ് കസിൻ ഏതാന്ന് അപ്പോഴും ഇപ്പോഴും ഞാൻ പറയും എൻ്റെ ഇപ്പച്ചിയുടെ 2 പെങ്ങന്മാരുടെ മക്കളാണ് എന്ന്. അതായത് എൻ്റെ 2 അമ്മായിമാരുടെ മക്കൾ. ഓക്കെ, അപ്പോൾ അതായത് നമ്മുടെ വൈബിനോട് ചേർന്നിണങ്ങുന്ന ആൾക്കാർ എന്നൊക്കെ പറയില്ലേ, അതാണ് അവന്മാർ. ചെന്ന സമയത്ത് അമ്മായും ആളുടെ ഹസ്ബൻഡും അവിടെ ഇല്ലായിരുന്നു. അവരുടെ വേറെ റിലേറ്റീവിൻ്റെ വീട്ടിലോട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ദാ ഈ തിരിച്ചു വരുന്ന ഈ ജാഥ ഉണ്ടല്ലോ, ഇത് അവരെ വിളിക്കാൻ പോയ ആൾക്കാരാണ്. ഇവിടുത്തെ മൊത്തത്തിലുള്ള ഒരു ആംബിയൻസ് ഉണ്ടല്ലോ, അത് പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയാണ്. നിഷും നിഫ്രകുട്ടനും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യണുണ്ട്. ഊഞ്ഞാലാടിയിട്ടും സൈക്കിൾ ഓടിച്ചിട്ടും അങ്ങനെ എന്താ പറയുക, അവർ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കൂടെ കളിക്കാനും കുട്ടികളുണ്ട് കേട്ടോ. അവിടുത്തെ മോളത്തെ വീട്ടിലത്തെ കുട്ടികളായിട്ടും ഇവിടുത്തെ കുട്ടികളായിട്ടും ഇഷ്ടംപോലെ കുട്ടികളുണ്ട് കൂടെ കളിക്കാൻ. അങ്ങനെ അവന്മാരൊക്കെ നല്ല കളിയിലാണ്. ഏകദേശം മഗ്‌രിബൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തിരിച്ചു പോരാനുള്ള സമയമായി. നമ്മൾ പോയപ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റായിട്ടാണ് പോയിട്ടുള്ളത്. അവരുടെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതാ ഈ ഒരു കോവക്ക വള്ളി ഉണ്ടല്ലോ, ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇളയ കോവക്ക ഉണ്ടല്ലോ അതെടുത്ത് കഴിക്കുവാണ് കേട്ടോ ഉപ്പച്ചി. നമ്മുടെ നിഫ്രകുട്ടനും കൊടുക്കുന്നുണ്ട്. ഓടിക്കോ ഓടിക്കോ, നിപ്പിളോട് അങ്ങോട്ട് ഓട്. നിഫ്രകുട്ടൻ അവിടെ വല്ലാണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കോവയ്ക്ക മൊത്തം കാലിയാക്കും. അപ്പം നമ്മൾ അവിടെ നിന്ന് ഓടിച്ച് വിട്ടിട്ടുണ്ട്. നിഷുദാ ഇവിടെ സൈക്കിൾ ഓടിക്കുകയാണ് കേട്ടോ. ഓടിക്കാന്ന് പറയാൻ പറ്റില്ല, ഉന്തി കൊണ്ടുപോവാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് അവൾക്ക് നമ്മൾ അവളുടെ 2ാമത്തെ ബർത്ത്ഡേക്ക് ഒരു സൈക്കിളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാത്ത കേടൊന്നുമില്ല, പക്ഷേ ആളിതുവരെ പഠിച്ചിട്ടുമില്ല, പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ആക്കിയിട്ടുമില്ല. അപ്പോൾ അതിങ്ങനെ പിടിച്ചിട്ട് അതിലിങ്ങനെ നീന്തി പോകുവാണേ.
നമ്മുടെ ഐബുട്ടനുണ്ടല്ലോ പെണ്ണുങ്ങളെയാണ് ഇഷ്ടം, അതായത് ആണുങ്ങളെ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. അവന്മാരുടെ മീശയും താടിയൊക്കെ കാണുമ്പോൾ പേടിയാണ്. എന്താണെന്നറിയില്ല, ഇവൻ ഐബുട്ടൻ്റെ വൈബിന് ഇണങ്ങിയതാണ് എന്ന് ഐബുട്ടൻ തന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. ഇവനും ഒരു കുഴപ്പമില്ല. എടുത്ത സമയത്ത് ചെറിയൊരു ചിണുങ്ങലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആള് സെറ്റായി അവനേറ്റ്. പിന്നെതാ ചായ സൽക്കാരാണ് നടക്കാൻ പോകുന്നത് കേട്ടോ. ചായയും ഇഷ്ടം പോലെ ബേക്കറി ഐറ്റംസും ഒക്കെ കൊടുന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് അവിടുത്തെ ലേഡി ബിഗ് ബോസുകളുമായിട്ട് കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ആക്കിയിട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു മഗ്‌രിബായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈം ആവുമ്പോഴാണ് എൻ്റെ അനിയൻ വിളിക്കലേ. ഇന്നിപ്പോൾ അമ്മേൻ്റെ വീട്ടിലായതുകൊണ്ട് അവരെല്ലാവരെയും കണ്ട് അവരോടൊക്കെ സംസാരിക്കാനായി. അങ്ങനെ നമ്മൾ അവനോടും ഓരോരോ കുശലൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. ഐബുട്ടനെയും കൊണ്ട് അങ്ങനെ ഒരുപാട് ടൈം സ്പെൻഡ് ആക്കാൻ പറ്റൂല. അവർ കുറേ പറഞ്ഞു കേട്ടോ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ പിന്നീട് ഒരു ദിവസം വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരും പറ്റിച്ച് അങ്ങോട്ട് പോന്നിക്കുവാണ്. ഇൻഷാ അല്ലാ പിന്നീട് എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ഒരു ദിവസം നിൽക്കാൻ വേണ്ടി പോകണം. നിഷൂനും നിഫ്രകുട്ടനും പിന്നെ ഓട്ടോയിലായാലും ബൈക്കിലായാലും സൈക്കിളിലായാലും കുഴപ്പമില്ല, അവർക്ക് എന്തോ ടൂറിസ്റ്റ് ബസ്സിൽ കയറിയ ഫീലാണ്. പാട്ടും ഡാൻസൊക്കെ ആയിട്ട് മൊത്തത്തിൽ ഇങ്ങോട്ട് വൈബാക്കി മാറ്റും. ഇന്നത്തെ ആ ഒരു ദിവസം നമ്മൾ മൊത്തത്തിൽ പോക്കായതുകൊണ്ട് തന്നെ വീട്ടിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ പോണ പോക്കിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ച് ഉച്ചയ്ക്ക് ലോഡഡ് ഫ്രൈസ് ആയതുകൊണ്ട് തന്നെ രാത്രി എന്തെങ്കിലുമൊക്കെ ചോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റൈസ് ഐറ്റംസ് വാങ്ങിക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ നമ്മൾ ആക്ച്വലി ഇറങ്ങിയത് KR ബേക്കറിയിലായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ റൈസ് ഐറ്റംസ് ഒന്നും ഉണ്ടാവത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ ഷവർമയിൽ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോകുവാണ് കേട്ടോ. നമ്മൾ അത്യാവശ്യം എല്ലാവരും നല്ല സൈസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ഓട്ടോ തന്നെ വേണം നല്ല സുഖത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഓട്ടോറിക്ഷയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. ഇന്നാണ് നമ്മുടെ ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ. നിങ്ങളുടെ ബെസ്റ്റ് ആയിട്ടുള്ള കോണ്ടസ്റ്റൻ്റ് ഏതാന്ന് പറയൂ. ആർക്കാണ് നിങ്ങളുടെ വോട്ട് മുഴുവൻ കൊടുത്തിട്ടുള്ളതെന്നും കൂടെ പറയൂ കേട്ടോ. നമ്മളൊക്കെ ഫുൾ എക്സൈറ്റ്മെൻറ്റിലാണ് ആരെടുക്കും കപ്പ് എന്ന് ആലോചിച്ചിട്ട്. അനീഷാണോ ഷാനവാസാണോ അനുമോളാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഒരു ലേഡി ബിഗ് ബോസ് ആവട്ടെ അല്ലേ, അനുമോൾ എന്നെ കപ്പ് എടുക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുവാണ്. കാരണം ആ ഒരു കുട്ടി കുറേ അതിനകത്ത് സഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.